ബ്ലാസ്റ്റേഴ്സിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇതുപോലൊരു ദുരന്തം സീസൺ ഇതാദ്യമായിട്ടാണ്. തുടർച്ചയായ 4 തോൽവികൾ. 4 തോൽവികളെയൊക്കെ മാറ്റി നിർത്താം, പക്ഷേ കളിച്ച 4 മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇൻറ്റൻറ്റ് എന്തായിരുന്നു എന്നാണ് മനസ്സിലാകാത്തത്. എങ്ങനെയെങ്കിലും മത്സരം തീർത്ത് കിട്ടിയാൽ മതി എന്നുള്ളൊരു മനോഭാവത്തിൽ ഓടി നടക്കുന്ന താരങ്ങൾ. ഇനി കോച്ചിൻ്റെ കാര്യത്തിലേക്ക് നോക്കിയാൽ പുള്ളിക്കാരനും എന്താണ് ചെയ്യുന്നതെന്നോ മത്സരശേഷം പറയുന്നത് എന്താണെന്ന് പോലും അറിയില്ല. ഈ സീസണിലെ എല്ലാ ക്ലബ്ബുകളും ബ്ലാസ്റ്റേഴ്സിനേക്കാൾ മികച്ചതാണ് എന്നാണ് കോച്ചിൻ്റെ വിലയിരുത്തൽ. മറ്റൊരു കാര്യം, ഇതുവരെയും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ബെസ്റ്റ് 11 പോലും നമ്മുടെ ഡേവിഡ് കട്ടാളയ്ക്ക് കണ്ടെത്താനായിട്ടില്ല എന്നുള്ളത് വളരെ സങ്കടകരമായൊരു കാര്യമാണ്. ഇതിനൊരു തരത്തിലും ന്യായീകരണമില്ല. സീസൺ തുടങ്ങി 4 മത്സരമായിട്ടും ഇപ്പോഴും കാര്യങ്ങൾക്കൊരു മാറ്റവും ഇല്ലാണ്ട് തുടരുകയാണ്. ആകെയുള്ളൊരു ആശ്വാസം ഇത്തവണ മുഹമ്മദൻ സെപ്സി ISL കളിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ റിലെഗേറ്റ് ആവാണ്ട് രക്ഷപ്പെടണമെങ്കിൽ അറ്റ്ലീസ്റ്റ് മുഹമ്മദൻസിനോടെങ്കിലും ഒരു പോയിന്റ് നേടണം. ബട്ട് ഈ ടീമും ഈ കളിയും വെച്ച് അതും ഒരു ഇമ്പോസിബിൾ ടാസ്ക്കാണ്. ഇതുവരെ നമ്മുടെ കോച്ച് ഈ സീസണിന് വലിയ പരിഗണന കൊടുക്കുന്നില്ല. അടുത്ത സീസണിലേക്കാണ് ഫുൾ ഫോക്കസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്നും മനസ്സിലാകുന്നത്. അതുവരെ കോച്ച് ഇവിടെ ഉണ്ടാകുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. അപ്പോൾ വീഡിയോ അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ വരുന്നതിലേക്ക് ബൈ.